ഇനി ആ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് കേട്ട കഥയായിരിക്കും. എങ്ങനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാനായിട്ട് മാറിയത് എന്ന്. ആരാണ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു അവസരം കൊടുത്തത് എന്ന് നോക്കിയാൽ ചരിത്രത്തിൽ ലീഗിൻ്റെ ഇടപെടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലീഗ് ഇത്തരത്തിലൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയതല്ല, പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള പല ആളുകളും അപ്രത്യക്ഷമായപ്പം അതിൽ മരണപ്പെട്ടു പോയവരുണ്ട്, രോഗം കൊണ്ട് അതിലേക്ക് ഇൻവോൾവ് ആവാത്ത ആൾക്കാരുണ്ട്. ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള പലരും വളരെ നിസ്സംഗത കാണിച്ച സമയത്ത് BR അംബേദ്കർ എന്ന് പറഞ്ഞ ഒരു ദളിതനായിട്ടുള്ള മനുഷ്യനാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കുന്നത്. അത് തൻ്റെ ചുമലിലുള്ള ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുന്നത് ദളിതനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഭരണഘടനയുടെ തുടക്കം വരുന്നത്. ഇനി അതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ അതിന് ശില്പികളായിട്ടുള്ള ആളുകളിൽ നമ്മളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, വനിതാ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള പ്രഗത്ഭർ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരുന്നു എന്നുള്ള ചരിത്രം ഇപ്പോഴും നമുക്ക് ഏറെ ഹർഷാരവത്തോടെ പറയാൻ പറ്റുന്ന ചരിത്രമാണ്. അതുപോലെ സ്ത്രീകൾ, ബീഗം ഐസാസ് റസൂൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തട്ടമിട്ടിരുന്ന അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരെ പാർലമെൻറ്റിലെ അന്നത്തെ ആ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് അക്കാലത്തെ മുസ്ലിം ലീഗാണ്. പിന്നീട് അവർ കോൺഗ്രസ്സിലേക്കൊക്കെ പോയിട്ടുണ്ട് എങ്കിലും അന്നത്തെ പ്രസൻസ് എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ നമ്മളുടെ സംവിധാനത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പലപ്പോഴും വിട്ടുപോകുന്ന ഒരു സമ്മേളനം നടത്തുമ്പോൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. ഭരണഘടന, ന്യൂനപക്ഷം, അതുപോലെ ജനാധിപത്യം എന്നുള്ളതാണ്. അപ്പോൾ എവിടുന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നാണ്. നമ്മളിൽ നിന്ന്, നമ്മൾ ആരാണ് എന്നുള്ളതിൽ നിന്ന് തുടങ്ങണം. ജനാധിപത്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ സ്വയം തിരിച്ചറിയുക, എവിടെ നിൽക്കുന്ന, ഏത് പ്രതലത്തിൽ നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നേരത്തെ ബഹുമാന്യനായിട്ടുള്ള ഓണംപള്ളി ഫൈസിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സംസാരിക്കുന്നത് കേട്ടു. എളുപ്പം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർന്നു വന്ന ആളുകളല്ല നമ്മൾ ആരും തന്നെ. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിം, ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങൾ ഇന്ന് ഈ കാണുന്ന ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന രൂപീകൃതമാകുമ്പോൾ അംബേദ്കർ എന്ന് പറഞ്ഞ ദളിതനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ചതും ബിരുദങ്ങൾ നേടിയതും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ നാട്ടിലെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് അസ്തിത്വം വേണമെങ്കിൽ, നിലനിൽപ്പ് വേണമെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഭരണഘടനയുടെ പിന്തുണയുണ്ടാവണം എന്ന് വിശ്വസിച്ചിരുന്നു. ആ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഇന്നും നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത അവകാശങ്ങൾ, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ കാസ്റ്റ്, റേസ്, നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ ചിന്തകൾ, ഇതിനെല്ലാം അതീതമായിട്ട് എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുന്ന എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ, അത് നിങ്ങൾ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളാണ് എങ്കിലും ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ആളുകളാണ് എങ്കിലും സ്റ്റേറ്റിന്, ഗവൺമെൻറ്റിന് നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളത് ഭരണകൂടം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനേക്കാൾ മനോഹരമായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. ആ ആമുഖത്തിൽ പറയുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത്. അതായത് വി, ആരെ ഇവിടുത്തെ നമ്മളെന്ന് പറയുമ്പം
ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ദളിതനും ഒക്കെ ഉൾപ്പെടുന്ന, ബ്രാഹ്മണനും ഒക്കെ ഉൾപ്പെടുന്ന മനുഷ്യർ, ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഈ വിയിൽ ഉൾപ്പെടുന്നുണ്ട്, നമ്മൾ എന്ന് പറയുന്ന വാക്കിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു ഭരണഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്ലൂറലിസ്റ്റ് ആയിട്ടുള്ള വ്യത്യസ്ത വൈജാത്യങ്ങളുള്ള ഒരു രാജ്യത്തിനെ കൂട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എഞ്ചിനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന. ഇനി ആ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് കേട്ട കഥയായിരിക്കും. എങ്ങനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാനായിട്ട് മാറിയത് എന്ന്, ആരാണ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു അവസരം കൊടുത്തത് എന്ന് നോക്കിയാൽ ചരിത്രത്തിൽ ലീഗിൻ്റെ ഇടപെടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലീഗ് ഇത്തരത്തിലൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയതല്ല, പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള പല ആളുകളും അപ്രത്യക്ഷമായപ്പം അതിൽ മരണപ്പെട്ടു പോയവരുണ്ട്, രോഗം കൊണ്ട് അതിലേക്ക് ഇൻവോൾവ് ആവാത്ത ആൾക്കാരുണ്ട്. ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള പലരും വളരെ നിസ്സംഗത കാണിച്ച സമയത്ത് BR അംബേദ്കർ എന്ന് പറഞ്ഞ ഒരു ദളിതനായിട്ടുള്ള മനുഷ്യനാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കുന്നത്. അത് തൻ്റെ ചുമലിലുള്ള ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുന്നത് ദളിതനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഭരണഘടനയുടെ തുടക്കം വരുന്നത്. ഇനി അതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ അതിന് ശില്പികളായിട്ടുള്ള ആളുകളിൽ നമ്മളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, വനിതാ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള പ്രഗത്ഭർ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരുന്നു എന്നുള്ള ചരിത്രം ഇപ്പോഴും നമുക്ക് ഏറെ ഹർഷാരവത്തോടെ പറയാൻ പറ്റുന്ന ചരിത്രമാണ്. അതുപോലെ സ്ത്രീകൾ, ബീഗം ഐസാസ് റസൂൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തട്ടമിട്ടിരുന്ന അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരെ പാർലമെൻറ്റിൽ അന്നത്തെ ആ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് അക്കാലത്തെ മുസ്ലിം ലീഗാണ്. പിന്നീട് അവർ കോൺഗ്രസ്സിലേക്കൊക്കെ പോയിട്ടുണ്ട് എങ്കിലും അന്നത്തെ പ്രസൻസ് എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ നമ്മളുടെ സംവിധാനത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഈ കാണുന്ന, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഒരു വരേണ്യ വിഭാഗം ഇവിടെ നിലവിലുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പം ബഹുമാന്യനായിട്ടുള്ള ഫൈസി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ അതിപ്രസരമുള്ള കാലമായിരുന്നു. അന്ന് നാട്ടിലൂടെ ഏതെങ്കിലും ഒരു ഇഴവ അല്ലെങ്കിൽ താഴ്ന്നതായിട്ട് അവർ പറയപ്പെടുന്ന ജാതിയിൽപ്പെട്ട ആളുകൾ പോകുമ്പം ഓയ് ഓയ് ശബ്ദമുണ്ടാക്കും. ഇവരുടെ മുമ്പിലേക്ക് വരാൻ പറ്റില്ല, ഇനി ഇവർ നടന്ന വഴിയിൽ കൂടെ പോകാൻ പറ്റില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അരയിൽ ചൂല് കെട്ടിവെക്കും. ആ ചൂല് കെട്ടിവെച്ചിട്ട് ഈ പോണ വഴികൾ ഇങ്ങനെ വൃത്തിയാക്കി പോകുന്നൊരു കാലമുണ്ടായിരുന്നു. ഇവരുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ കഥ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലത്ത്, അങ്ങനെ ഒരു ബ്രാഹ്മണവൽകൃത സംസ്കാരമുള്ള നാട്ടിൽ നിന്നാണ് ഇങ്ങനെ ഈ പറയുന്ന ആളുകളുടെ കാലടിയുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്ന ഒരു വിഭാഗത്തിനെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മൈനോറിറ്റീസ് എന്ന് പറയുന്ന ചരിത്രപരമായിട്ട് ന്യൂനപക്ഷരായിട്ടുള്ള ആളുകൾ. ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയൊരു ടോപ്പിക്കാണത്. മർദ്ദിക്കപ്പെടുന്നവന് ന്യൂനപക്ഷമാണ്, മർദ്ദിക്കപ്പെടുന്ന വ്യക്തികൾ ന്യൂനപക്ഷമാണ്, സ്ത്രീകൾ ന്യൂനപക്ഷമാണ്, കുഞ്ഞുങ്ങൾ ന്യൂനപക്ഷമാണ്. വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ വീക്കറായിട്ടുള്ള കമ്മ്യൂണിറ്റിയെ നമുക്ക് ന്യൂനപക്ഷമായിട്ട് വിളിക്കാം. ചിലപ്പം എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകാം, ഒരു നാട്ടിൽ എണ്ണത്തിൽ കൂടുതലായിരിക്കും അവർ, പക്ഷെ അവർക്ക് സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെ ന്യൂനപക്ഷം എന്ന് വിളിക്കാം. ന്യൂനപക്ഷം എന്ന് പറയുന്ന വാക്കിൻ്റെ ഡെപ്ത് യഥാർത്ഥത്തിൽ സിറ്റുവേഷൻ അനുസരിച്ച്, അവിടുത്തെ സർക്കംസ്റ്റൻസിന് അനുസരിച്ചിട്ടാണ് നമുക്ക് വായിക്കാൻ പറ്റുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലുള്ള മുസ്ലിം ജനത, ദളിത് ജനത, സിഖ്, ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ട്രൈബൽസ് ഒക്കെ മൈനോറിറ്റീസാണ്. സ്ത്രീകൾ മൈനോറിറ്റീസാണ്. അതേപോലെ മറ്റുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ,
ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ മൈനോറിറ്റീസാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റീസ് എന്നുള്ളത്. അവരെ സംരക്ഷിക്കാനുള്ള അനുച്ഛേദങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മളെപ്പോഴും ക്ലെയിം ചെയ്യുന്ന കാര്യം എന്താ? ഞങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്, അത് അനുവദിച്ച് തരണം. ഞങ്ങൾ ചോദിക്കുന്നത് എന്താ? ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? ഒരു നാട്ടിൽ ഒരേപോലെ ഒരു പുരുഷന് കിട്ടുന്ന അവസരം എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്? വി ആർ ലയബിൾ ടു ഗെറ്റ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. നിയമത്തിന് മുന്നിൽ, ഗവൺമെൻറ്റിന് മുമ്പിൽ ഞങ്ങൾക്ക് ഒരേപോലെ തുല്യമായിട്ടുള്ള അവകാശം ലഭിക്കണം. അത് ആർട്ടിക്കിൾ 14, 15 പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകണം, ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള അവകാശം നൽകണം എന്നുള്ളത് ഭരണഘടന അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഒരു സമന്മാരാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് വരുന്നത്. സമത്വം എന്ന് പറയുമ്പം അതിനെ ദൃശ്യമായിട്ടുള്ള സമത്വമായിട്ടല്ല വായിക്കേണ്ടത്. ഇക്വിറ്റി എന്ന് പറയും. ഈക്വൽ ജസ്റ്റിസ്, തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നൊക്കെ നമുക്ക് അതിനെ അങ്ങനെ വായിച്ചു പോകേണ്ടി വരും. ഇനി ന്യൂനപക്ഷം ഇങ്ങനെയാണ്. ന്യൂനപക്ഷം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒറ്റ ചെറിയ വാക്കുകളിലുള്ള മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ജനാധിപത്യം. എന്താ ജനാധിപത്യം? ജനാധിപത്യം ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. നമ്മളോട് ഒരു മലയാളം തർജ്ജമ ചോദിച്ചാൽ എന്താ പറയുക? നമ്മൾ ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം എന്ന് നമ്മൾ പറയും. ശരിക്കും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ പല സ്ഥലങ്ങളിലും നടക്കുന്ന ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കൂടുതൽ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭരിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പേരാ ജനാധിപത്യം, അല്ലേ? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് എന്താവുന്നത്? ജയിച്ചു വരുന്നത്. അങ്ങനെ ജയിച്ചു വരുന്ന ആളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് സ്റ്റേറ്റായിട്ട്, ഗവൺമെൻറ്റായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ശബ്ദം എവിടെ? കൂട്ടത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഒരു കാര്യമാണ്, ഒരേ തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ്. അപ്പം അവിടെ ഒറ്റപ്പെട്ട ശബ്ദമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ പരിഗണിക്കാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലതാണോ? നല്ല സംസ്കാരമാണോ? അപ്പം അതിന് നിങ്ങൾ ജനാധിപത്യം എന്ന് വിളിക്കുമോ? ചോദ്യമല്ലേ? യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മെജോറിറ്റേറിയൻ റൂളിംഗ് ആണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഒരു ഉപാധി ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന ഒരു ഉപാധി നൽകുന്നുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? റിപ്പബ്ലിക് എന്നുള്ള ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റിപ്പബ്ലിക്. എന്താ റിപ്പബ്ലിക് എന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മൾ ആദ്യം ഒരു തീർപ്പ് കൽപ്പിച്ചു വെച്ചു. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഭരണഘടന ഉണ്ട്, അല്ലേ? ഒരു നല്ല ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ആ ഭരണഘടന അവിടെ ഉണ്ട്. അതിൽ എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്, അവകാശങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഡ്യൂട്ടീസ് എന്താണെന്ന് പറയുന്നുണ്ട്, എന്തൊക്കെ കൽപ്പനകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയും. അതായത് സ്റ്റേറ്റ് എന്തൊക്കെ ചെയ്യണം, പൗരന്മാർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ഭരണഘടന അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു തീർപ്പാണ്. ആ തീർപ്പിനെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഭരണ സംവിധാനമാണ് ഈ പറയുന്ന റിപ്പബ്ലിക്കായിട്ട്. അതിന് നമുക്കൊരു എന്താ പറയുക, പ്രാക്ടിക്കൽ വേർഷൻ അതിന് പറയുമ്പം റിപ്പബ്ലിക്കായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ആ റിപ്പബ്ലിക്കാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ വെറും ഡെമോക്രസി എന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു റിപ്പബ്ലിക്കായിട്ടുള്ള ഡെമോക്രസി എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. ഞാനിതിനെ ഏറ്റവും ഭംഗിയായിട്ടുള്ള രൂപത്തിൽ, ഏറ്റവും മൃദുലമായിട്ടുള്ള രൂപത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ നമുക്കുണ്ട്, ഇന്ത്യയിലുണ്ട്. ആ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചില തീർപ്പ് വെപ്പിക്കൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റുന്നത് എന്താ? ഞങ്ങളിവിടെ അവകാശങ്ങൾ ചോദിക്കും. നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങളെവിടെ കാണിച്ചു തരുമെന്ന് ചോദിക്കും. ഒരു പക്ഷെ അവരോട് പറയാനുള്ള മറുപടി എന്താ? നിങ്ങൾ കണ്ണിൽ നോക്കുമ്പോൾ ഞങ്ങളെ കാണാൻ പറ്റില്ല,
പക്ഷെ ഇന്ത്യയുടെ ആത്മാവിൽ ഞങ്ങൾ ഉണ്ടോ എന്ന് പറയാൻ നമുക്ക് ആക്കം തരുന്നത് എന്താ? ഇന്ത്യയുടെ ഭരണഘടനയാണ്. അപ്പം ആ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് ആ ഒരു വിശ്വാസത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രചാരകരായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന വനിതാ ലീഗാണെങ്കിലും യൂത്ത് ലീഗാണെങ്കിലും MSF ആണെങ്കിലും എല്ലാ സ്ട്രേറ്റത്തിലും നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാൻ തോന്നുന്നു. ഭരണഘടന, ന്യൂനപക്ഷം, ജനാധിപത്യം എന്ന വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായിട്ട് തന്നെ വളരെ ലളിതമായി തെഹലിയ ആമുഖ പ്രഭാഷണം നടത്തി കഴിഞ്ഞു. തെഹലിയയിലേക്ക് ഇനിയും നമുക്ക് വരേണ്ടതുണ്ട്. ഈ അർത്ഥപൂർണമായിട്ടുള്ള ഈ പ്രഭാഷണം ഇനി നമുക്ക് തുടരേണ്ടതുണ്ട്. എന്നതിനു മുമ്പ് പ്രിയങ്കരിയായിട്ടുള്ള ലൈല പുല്ലൂണി അവരുടെ പ്രഭാഷണം, ആമുഖ പ്രഭാഷണം നടത്തും. അവരെ ക്ഷണിക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗ് ചെറിയമുണ്ടം പഞ്ചായത്തിൻ്റെ ഇങ്ങനെയൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ആദ്യം തന്നെ എല്ലാവിധ നന്ദിയും കടപ്പാടും ബന്ധപ്പെട്ടവർക്ക് അറിയിക്കുകയാണ്. ഈ വേദിയിലുള്ള സദസ്സിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ, ഒപ്പം നമ്മുടെ വനിതാ ലീഗിൻ്റെ, MSFൻ്റെ ഒക്കെ നേതാക്കന്മാർ, കാരണവന്മാർ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മൾ സംസാരിക്കേണ്ട ചരിത്രത്തെ പരിശോധിച്ച് വർത്തമാനത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഭാവിയെ പടുത്തുയർത്താൻ, അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന വിഷയത്തിൽ നമ്മൾ ഏറ്റവും മികച്ച ഒരു ടോപ്പിക്കിലാണ് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. നേരത്തെ പ്രിയപ്പെട്ടവൾ തെഹലിയ സൂചിപ്പിച്ച പോലെ തന്നെ അതേ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് തുടർച്ചയെന്നോണം സംസാരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ നമ്മൾ ഭരണഘടന, ന്യൂനപക്ഷം, ജനാധിപത്യം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളായി വൈദേശികാധിപത്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രയാസത്തിൽ നിന്ന് നിരന്തരം പോരാടി ഇന്ത്യ സ്വതന്ത്രമാവുകയും അതിനുശേഷം ഒരു ജനാധിപത്യ സമൂഹമായി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു രാഷ്ട്രമായി മുന്നോട്ട് ഇന്ത്യ എന്ന രാജ്യത്ത് പാദങ്ങൾ ചലിപ്പിച്ചു പോകുന്നവരാണ് നമ്മൾ. നമ്മുടെ ഈ ഒരു വിഷയത്തിൽ ഊന്നി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചരിത്രം പറയാതെ മുന്നോട്ട് പോകാനാവില്ല. വർത്തമാന വിഷയങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല. ഭാവിയിൽ എങ്ങനെയായിരിക്കണം, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും ആവില്ല. എനിക്ക് തോന്നുന്നു അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് നമുക്ക് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭരണഘടന എഴുതപ്പെട്ട ഏറ്റവും ലിഖിതമായിട്ടുള്ളൊരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. നമ്മുടെ എല്ലാ തരത്തിലുമുള്ള വൈവിധ്യങ്ങളെയും അതോടൊപ്പം തന്നെ വിഭിന്നതകളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു കാലത്തും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന തരത്തിൽ നമ്മുടെ ഭരണഘടനയെ സംവിധാനിച്ചു എന്നുള്ളതാണ് നമ്മുടെ മനോഹാരിത എന്ന് പറയുന്നത്. അതിലൂന്നിക്കൊണ്ട് തന്നെയാണ് വർത്തമാനത്തിലായാലും നമ്മൾ ചർച്ചകൾ ചെയ്യുന്നതും പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ തെഹലിയ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഭരണഘടനയുടെ ഭാഗമായവരിൽ നമ്മൾ ഭരണഘടന എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് ന്യൂനപക്ഷമാണ്. ആ വിഭാഗങ്ങളുടെ കയ്യൊപ്പുകളുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഏറ്റവും വ്യക്തമായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്നതും. ഭരണഘടനാ ശില്പി ഉൾപ്പെടെ നമുക്ക് എന്നും ഇന്നും മാതൃകയാണ് എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നീതിയാണ്. നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ
ഇന്ത്യക്കാരായ ജനങ്ങൾ എന്നാണ്. ഇന്ത്യക്കാരായ ജനങ്ങൾ അതാരായാലും എല്ലാവരും അതിൻ്റെ ബാക്കി പത്രമാണ്, അതിൽ ഉൾക്കൊള്ളുന്നവരാണ്. അതുതന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു എഴുതപ്പെട്ടിട്ടുള്ളതിൻ്റെ ഒരു അടിപൊളി വേർഷൻ എന്ന് പറയാം പുതിയ തലത്തിൽ. ഇനി രണ്ടാമത് ന്യൂനപക്ഷം എന്നുള്ളത്, അവിടെയും ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള വിഭാഗമായാലും നമ്മുടെ ഇന്ത്യ സ്വതന്ത്ര രാജ്യമാകണം എന്നുള്ളതിൽ നിന്ന് തുടങ്ങി ഇന്ന് നിമിഷം വരെയും വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോയവരാണ്. ഏറെ പോരാടിയവർ, പ്രവർത്തിച്ചവർ, അതോടൊപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി മരണം വരിച്ചവർ, ഇവരൊക്കെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുയർന്ന ധീരന്മാരുണ്ട് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത്രമാത്രം നമ്മൾ കുറച്ച് പറഞ്ഞാൽ പോരാ. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ഭരണഘടന പറയുമ്പോൾ അതിൽ ന്യൂനപക്ഷവും ജനാധിപത്യവും കയറിക്കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂനപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഭരണഘടനയും ജനാധിപത്യവും കൂടി സമ്മിശ്രമായതാണ് എന്നുള്ളതാണ്. ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭരണഘടനയും ന്യൂനപക്ഷത്തിൻ്റെ ഇടപെടലും മാറ്റി നിർത്തി നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ജനാധിപത്യം എന്ന് പറയുന്നത് നിലവിൽ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മിനിറ്റിൽ വരെ നമ്മുടെ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നു 73-ാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമൊക്കെ നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, ജനാധിപത്യത്തെ തകർക്കുന്ന തരത്തിലാണ് രാജ്യത്തെ ജനങ്ങളോ അഭിസംബോധന ചെയ്യുന്നത്. കാരണം ഇവിടെയുള്ള നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരുപാട് ഉറപ്പുകളെ തച്ച് തകർക്കുന്ന തരത്തിൽ അവരുടെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ യാതൊരു തരത്തിലും മടിയില്ലാതെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഇപ്പം നടക്കുന്ന നമ്മുടെ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ളവയിൽ മാറ്റം വരുത്തിയ സ്ഥിതിയൊക്കെ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നീതി എന്നുള്ളത് ചോദ്യചിഹ്നമാകുന്ന കാലത്ത്, നീതി നിഷേധങ്ങൾ കൂടുതലായി നടക്കുന്ന സമയത്ത് നമ്മൾ വിശ്വാസ്പദമായി കൊണ്ട് തന്നെ ഭരണഘടനയെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് നമുക്ക് നൽകുന്ന എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുകയും ന്യൂനപക്ഷങ്ങളെ പിന്നോട്ടടിക്കുന്ന അവരെ ഏറ്റവും പ്രയാസകരമായി തുടരുന്ന നിലവിലെ സാഹചര്യത്തെ അതിക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അതിനൊക്കെ തട്ടിത്തകർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതും, ഒപ്പം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ തരത്തിലുമുള്ള വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്കെങ്ങനെ ഈ ഒരു അനീതിയുടെ കാലത്തെ യുവതയുടെ തിരുത്ത് എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എന്തായിരിക്കണം ഭാവി എന്നുള്ളതിനെ കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ വിഷയത്തെ ആനുകാലികമായി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രിയങ്കരായിട്ടുള്ള ലൈല ഇവിടെ സംസാരിച്ചത്. അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കുറച്ചും കൂടി വിപുലീകരിച്ച് ഇവരോട് സംസാരിക്കേണ്ടതുണ്ട്. പ്രതിനിധികൾക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. അപ്പം അതിന് മുന്നോടിയായിട്ട് തെഹലിയ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഭരണഘടന എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു സ്പേസ് യഥാർത്ഥത്തിൽ തെഹലിയ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ഉണ്ട്. എന്നാൽ പുതിയ കാലത്ത്, വർത്തമാന കാലത്ത് ഈ ഒരു ഇടത്തെ ഇല്ലാതെയാക്കാനുള്ള വലിയ ശ്രമം RSS നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലെ രണ്ടാമത്തെ ടേം സൂചിപ്പിക്കുന്നത് പോലെ ന്യൂനപക്ഷങ്ങളെ വളരെ കൃത്യമായി പുറത്ത് ഇരുത്താനുള്ളൊരു ശ്രമം, ഇപ്പോൾ ബുൾഡോസർ രാജാണെങ്കിൽ പോലും വോട്ടർ പട്ടികയിൽ ബീഹാറിൽ നടക്കുന്ന വിഷയങ്ങളായാലും ഈ ഭരണഘടന ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന
വളരെ കൃത്യമായിട്ടുള്ള അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലേക്ക് ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഈ കാലത്ത് യൂത്ത് ലീഗിൻ്റെ വേദിയിൽ ഈ സംഘപരിവാരത്തെ നേരിടേണ്ട ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് തഹലി ഒന്നും കൂടി വിശദീകരിക്കണം എന്ന് തോന്നുന്നു. കാലികമായിട്ടുള്ള കാര്യമാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, മെജോറിറ്റേറിയൻ റൂളാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് പാർലമെൻറ്റിൽ എത്ര ആൾക്കാരുണ്ട്, MP-മാരുണ്ട്? അങ്ങനെയാണ് എങ്കിൽ ചൂടപ്പം പോലെ നിങ്ങൾക്ക് ഏത് ബില്ലും കൊണ്ടുവരാം. ആരോടും ചോദിക്കാനില്ലാതെ നിങ്ങൾക്ക് എന്ത് ബില്ലും ഇവിടെ പാസ്സാക്കാം എന്നുള്ള ഒരു ഓട്ടോക്രസിയിലേക്ക്, ഒരു ഏകാധിപത്യ സ്വരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ, ഇവിടെയുള്ള മുഴുവൻ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണിത്. ഞാൻ നേരത്തെ നിങ്ങളോട്, റിപ്പബ്ലിക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ലിമിറ്റഡ് ഡെമോക്രസിയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തരായിട്ടുള്ള ആൾക്ക് ഇവിടെ രാജ്യം ഭരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഭരിക്കുമ്പോൾ എന്ത് ചെയ്യും? ലിമിറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. അപ്പം രാജ്യം ഭരിക്കുന്ന RSSന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ്റിന് മുന്നിലുള്ള തടസ്സം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിന് ഏതൊക്കെ തരത്തിൽ നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അട്ടിമറികൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ മിണ്ടാതാക്കാൻ പറ്റും, അവരെ ഉന്മൂലനം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഇവരിങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ ഏറെ പവിത്രമായി കണ്ടിരുന്ന, നമ്മളൊക്കെ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുക എന്ന് പറയുമ്പം ജനാധിപത്യ അവകാശം നമ്മൾ പൂർത്തീകരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത്. എന്നാൽ ആ വോട്ടർ ലിസ്റ്റിൽ അട്ടിമറി നടത്തിയിട്ട് ഈ നാട്ടിലുള്ള ഗവൺമെൻറ്റിനെ ആകെ അട്ടിമറിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടലായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വലിയ സമര രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം അവസാനം ബംഗാളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നരേന്ദ്രമോദി, അദ്ദേഹമാണോ പ്രിയങ്ക ഗാന്ധിയാണോ എന്ന് ഓർക്കുന്നില്ല, നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിൽ വന്നത് തികച്ചും കള്ള വോട്ടുകൾ കൊണ്ടാണ്. ഒരു പാർലമെൻറ്റ് ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം വേണ്ട കള്ള വോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ABCD മുതൽ XYZ വരെയുള്ള പേരുകൾ, എവിടെയുമില്ലാത്ത അഡ്രസ്സുകൾ, ഒറ്റമുറിയിൽ 20-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ നാട്ടിലുള്ള വ്യവസ്ഥയെ വെല്ലുവിളിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം ആദ്യം തന്നെ ചെയ്യുന്നത് ഇവിടെയുള്ള ഇലക്ട്രൽ സിസ്റ്റത്തിന്, ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്കറിയാം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ കമ്മീഷനിലേക്ക് തങ്ങളുടെ നോമിനിയെ ഉണ്ടാക്കുകയാണ് ഒരു അമെൻമെൻറ്റിലൂടെ. അതായത് തങ്ങൾക്ക് പാർലമെൻറ്റിൽ അധികാരമുണ്ട്, കൂടുതൽ മെജോറിറ്റി ഉണ്ട്, കൂടുതൽ മെമ്പർമാരുണ്ട് എന്ന് കരുതിയിട്ട് ഇന്ത്യൻ ഭരിക്കുന്ന വ്യക്തികൾ മതി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വെക്കുന്നു. അതിനനുസരിച്ചിട്ട് അട്ടിമറികൾ എല്ലാ സ്ഥലത്തും നടത്തുന്നു. നമുക്കറിയാം നാട്ടിൽ വോട്ടിംഗ് മെഷീനുകൾ വന്നത് ഏത് സമയത്താണ്, ആരാ താല്പര്യം എടുത്തത്. വോട്ടിംഗ് മെഷീൻ വന്ന അന്ന് മുതൽ നമ്മൾ ഇവരുടെ അട്ടിമറിയെക്കുറിച്ച് സംശയിക്കുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യ മുന്നണിയിലുള്ള പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, വോട്ടിംഗ് മെഷീൻ പ്രോപ്പർ അല്ല, ബാലറ്റ് സിസ്റ്റത്തിലേക്ക് പോകണം എന്നുള്ള ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് എണ്ണാൻ റെഡിയാണ്. ആർക്കാ സമയമില്ലാത്തത്? ആർക്കാ ഇത്ര ധൃതി? ഞങ്ങൾ വോട്ട് എണ്ണാൻ റെഡിയാണ് എന്ന് ഇന്ത്യ മുന്നണിയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പറ്റൂല, ഇവർക്ക് കൊട്ടക്കണക്ക് വേണം, ഇവർക്ക് മാനിപ്പുലേഷൻ നടത്തണമെങ്കിൽ ഈ രൂപത്തിലുള്ള സംവിധാനം വേണം. അപ്പം അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാപനങ്ങളെയൊക്കെ പോക്കറ്റിലാക്കാനുള്ള പണിയെടുത്തു ഇവർ. ഇനി ഇതിനെതിരെ പ്രതികരിക്കുന്നവർ നിങ്ങൾ നോക്കൂ, പ്രതികരിക്കുന്നവരുടെ നാവരിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയല്ലേ ഇവർ നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്ന്, നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല. ഇവർക്ക് ഇഷ്ടമുള്ള ഈ നാട്ടിൽ ജീവിച്ചിരിക്കാത്ത, ഈ നാട്ടിൽ അഡ്രസ് ഇല്ലാത്ത മനുഷ്യന്മാരെ വോട്ടർ ലിസ്റ്റിൽ ഇവർ ചേർക്കുന്നുണ്ട്. എന്നാൽ ഈ വോട്ടർ ലിസ്റ്റിലുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരെയും അവർ ഈ അടുത്ത കാലത്തല്ലേ
ഷഹീൻ ബാഗിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി പോയത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഇന്ത്യക്കാരാണ് എങ്കിൽ രേഖയുമായിട്ട് വരൂ എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയോട് അതിന് ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞവരാ നമ്മൾ. എന്നിട്ടും അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. ഇനി അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഭരണഘടന ഇവർ പേടിക്കുന്നത് പോലെ തന്നെ ഈ നാട്ടിൽ ഇങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, ക്രൂശിക്കാൻ ശ്രമിക്കുന്ന, മനുഷ്യനെ നിരന്തരം വേട്ടയാടുന്ന ആളുകൾ ശബ്ദമായിട്ട് മാറുന്നത് ഇവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ബുൾഡോസർ രാജുകൾ വരുന്നത്. നിങ്ങളുടെ വീടുകൾ നോക്കിയിട്ട് മുസൽമാൻ്റെ വീടാണെങ്കിൽ പൊളിക്കാൻ ഓർഡർ വരിക, പോയി പൊളിക്കാണ്. ചോദിക്കാൻ നിനക്ക് അധികാരമില്ല എന്ന് പറയുന്നു. ആ രൂപത്തിൽ അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിലുള്ള ആ ഫാസിസ്റ്റ് ചിന്തയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക വേണ്ട. ഇവർ വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കി, എപ്പം പറയുന്നുണ്ട് ഇവരിത്? എന്ന് തുടങ്ങിയതാ? 1947 തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടേതല്ല മണ്ണ്, നിങ്ങളുടേതല്ല ഈ നാട്. ഈ നാട്ടിൽ ബ്രിട്ടീഷുകാർ ആൾക്കാരിൽ ഈ പറയുന്ന മഹാന്മാരുടെ പേരൊന്നും ഉണ്ടാവില്ല. അവരുടെ കാല് പിടിക്കാൻ പോയവരിൽ ഞങ്ങളുടെ നേതാക്കന്മാരില്ല. കഷ്ടപ്പെട്ടിട്ടാണ് ഈ രൂപത്തിൽ താണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കാൻ അനുവദിച്ചിട്ടില്ലായിരുന്നു, ചികിത്സ നിഷേധിച്ചവരായിരുന്നു, ഉണ്ടായിരുന്നു നാട്ടിൽ. ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പാടത്ത് പോയപ്പം തിരിച്ച് ജീവനില്ലാതെ വന്ന ചേതനയറ്റ ശരീരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ജന്മിമാരുടെ ആട്ടും തുപ്പും സഹിച്ച മനുഷ്യർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ മനോഹരമായിട്ട് പ്രതിരോധിക്കാനുള്ള ശേഷി ഈ മണ്ണിലുണ്ടാക്കിയത് ന്യൂനപക്ഷരായിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയ ചിന്ത തന്നെയാണ്. എനിക്കതിന് പറയാനുള്ള മറുപടി എന്താ ഇതിന് പ്രതിവിധി എന്നായിരിക്കും. എന്താ ഇതിന് പ്രതിവിധി? അല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? തിരിച്ച് സമരം ചെയ്യാൻ പോവാണോ? അല്ല. മനോഹരമായിട്ടുള്ള മറുപടി എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെ ഞാൻ പറയുന്നത് ക്രിയേറ്റീവ് റെസിസ്റ്റൻസ് എന്നാ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തു. ഞങ്ങൾ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി. അവിടെ ഇന്ന് പ്രധാന അധ്യാപകന്മാരും VC-മാരുമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ശേഷിയുള്ള ആളുകളെ ഞങ്ങളെ കൂട്ടത്തു നിന്നുണ്ടാക്കി. ആശുപത്രികൾ ഉണ്ടാക്കിയില്ലേ ഞങ്ങൾ എന്തിന് ഈ വ്യവസ്ഥയിലേക്ക്, ഈ സർക്കാർ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ആളുകളെ ഉണ്ടാക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിച്ചു. അതുകൊണ്ട് ക്രിയേറ്റീവ് റെസിസ്റ്റൻസ്, നിങ്ങൾ എത്ര തവണ ഇങ്ങോട്ട് എന്ത് ഫാസിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള, സൃഷ്ടിപരമായിട്ടുള്ള പ്രതിരോധം തീർക്കാനുള്ള കെൽപ്പ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിലുള്ള ആളുകൾ നേടിയെടുത്തു. അതിന് നമ്മളൊക്കെ നെഞ്ചിലേറ്റുന്ന ഈ പാർട്ടി പ്രധാനപ്പെട്ട ഒരു ഘടകമായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചരിത്രം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മനോഹരമായി സംസാരിച്ചു. ലൈല മേഡം നേരത്തെ സംസാരിച്ച പോലെ ഇപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ളൊരു ശ്രമം സംഘപരിവാർ ശക്തികൾ കേന്ദ്രത്തിൽ നടത്തുന്നു. അരികുവൽക്കരിക്കാനുള്ളൊരു ശ്രമം CPM നടത്തുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു മൂന്നാം പിണറായി സർക്കാരിലേക്ക് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ വിഭാഗത്തെ അതിൻ്റെ ഒരു കൺസോളിഡേഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു മൂന്നാംകിട പൊളിറ്റിക്സിനാണ് പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടതുപക്ഷം കേരളത്തിൽ ശ്രമിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭരണഘടന ന്യൂനപക്ഷങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് ഇപ്പോൾ തഹ്ലിയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള വലിയൊരു മികവുണ്ട്. ആ മികവിനെ പോലും ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢശ്രമം CPM നടത്തുന്നതിനെക്കുറിച്ച്, അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചൊന്ന് പറയാം. ശരിക്കും പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് ശരിക്കും അത് BJP സർക്കാരായാലും പിണറായി സർക്കാരായാലും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ്. കാരണം ഇരു സർക്കാരുകളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അത് കേന്ദ്ര സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്പഷ്ടമായി എന്നുള്ളതാണ്. നമുക്ക് വ്യക്തത വന്നു, അല്ലെങ്കിൽ നമ്മളതിനെ പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് നിലവിലെ സർക്കാർ, പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ
ജനാധിപത്യ സംവിധാനത്തിൽ ശരിക്കും മഹാത്മാഗാന്ധിയുടെ ഒരു വാക്കുകളാണ് ഞാൻ ഓർക്കുന്നത്. ഒന്നുമല്ല, നമ്മളൊരു ഓട്ടമത്സരം സംഘടിപ്പിക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ മഹാത്മാഗാന്ധിയുടേതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മളൊരു ഓട്ടമത്സരം സംഘടിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ഓടി വിജയിക്കുമ്പോൾ നമ്മൾ ശരിക്കും സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഓടി വിജയിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കാൻ കൂടെ ഓടാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിജയിച്ചു എന്നുള്ളതല്ല ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷനായിട്ട് മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു ഡെഫിനിഷൻ തന്നെയാണ് സാന്ദർഭികമായിട്ട് എനിക്ക് ഇവിടെയും സൂചിപ്പിക്കാനുള്ളത്. നരേന്ദ്രമോദി സർക്കാർ ആയിക്കോട്ടെ, പിണറായി സർക്കാർ ആയിക്കോട്ടെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടെ ഓടിയവരെ മറന്നുകൊണ്ട് ഞാൻ മാത്രമാണ് വിജയി അതാണ് സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഒന്നാം NDA സർക്കാരിൻ്റെ കാലത്ത്, അതായത് സംഘപരിവാറിൻ്റെ മുതിർന്ന നേതാവായിരുന്ന നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലുടനീളം ഇത്രത്തോളം ഹിന്ദുത്വ അജണ്ട കാണിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നില്ല അവർ വന്നത് എന്നുള്ളതാണ്. പല ശ്രമങ്ങൾ ആ സമയത്ത് നടത്തിയിരുന്നെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട്, അതായത് നമ്മുടെ UPS അതിന് ശേഷം വന്ന UPS സർക്കാരിനെതിരെ നമ്മുടെ 2G സ്പെക്ട്രം അഴിമതിയൊക്കെ അണ്ണാ ഹസാരയുടെ ഒരു സമരവുമായിട്ടൊക്കെയാണ് UPA സർക്കാർ പ്രതിസന്ധിയിലാകുന്നതും അതിനുശേഷം BJP സർക്കാർ അധികാരത്തിലേറുന്നതും. ആ സമയത്ത് കൃത്യമായി BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ തരത്തിലും അത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്നിരുന്നത്. അതേസമയം നമ്മൾ ഈ അടുത്ത സമകാലിക രാഷ്ട്രീയത്തിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് നമുക്ക് മുന്നേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായാലും അതിനുശേഷം വന്നിട്ടുള്ള കാലഘട്ടത്തിലായാലും ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പിന്നോട്ടടിക്കുന്ന, അവരെ തരം താഴ്ത്തുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകൾ മുഴച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പിണറായി സർക്കാരും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ആ ഒരു വിരോധം പ്രസ്താവനകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ MSFൻ്റെ വിദ്യാർത്ഥിനികൾക്ക് നേരെ SFI ഉന്നയിക്കുന്ന താലിബാനിസം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല എന്നുള്ളതാണ്, മലപ്പുറത്തെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്വേഷം നിറക്കുന്ന രീതിയിൽ മലപ്പുറത്തിനെ ചിത്രീകരിക്കുന്നു. അവിടെ നൽകേണ്ട ആനുകൂല്യങ്ങൾ പോലും, അല്ലെങ്കിൽ നിലവിലെ പഠന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പം നമ്മുടെ +1 സീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായി ബോധ്യം സർക്കാരിനുണ്ട്. നിലവിൽ പഠിച്ചുയർന്ന വരുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ സീറ്റില്ലാത്തൊരു പശ്ചാത്തലമാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹിന്ദുത്വ അജണ്ടയെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ, അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ മറുവശമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, പിണറായി സർക്കാർ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരു വിഭാഗത്തെ തരം താഴ്ത്തുന്നതിന് വേണ്ടി, അവരെ അവരുടെ നാടല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പൗരത്വ നിയമം എന്ന ആശയവുമായി നരേന്ദ്രമോദി സർക്കാർ രംഗത്തെത്തുന്ന സമയത്ത് അതിനെ അനുകൂലിക്കുന്നവരല്ല, അതിനെതിരെ പ്രതികൂലിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ പൗരത്വ സമരത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന നേതാക്കന്മാർ, യുവാക്കൾ, ഇവർക്കൊക്കെതിരെ, വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെതിരെ കേസെടുക്കുന്ന രീതി, നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ പിണറായി സർക്കാർ ചെയ്തു എന്നുള്ളതാണ്. ഇതുമാത്രമല്ല,
പലതരത്തിൽ ആനുകാലികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ആ രീതിയിൽ തന്നെയുള്ള ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മളധികം പോകുന്നില്ല. അപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു യൂത്ത് ലീഗിൻ്റെ വേദിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ തെഹലിയോടാണ് ചോദിക്കാനുള്ള. ഹരിതയുടെ ഒരു ഫൗണ്ടർ ലീഡർ എന്ന നിലക്ക് ഹരിതയിലൂടെ വരികയും ഇപ്പോൾ ഇന്ന് ഹരിതയും MSF ഒക്കെ കേരളത്തിലെ ക്യാമ്പസുകളിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞ ഈ സമയത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഇടം മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു വനിതാ വിഭാഗത്തിൻ്റെ ലീഡർ എന്ന നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി വനിതകൾക്ക് നൽകുന്ന പ്രാധാന്യവും ഈ രാഷ്ട്രീയത്തിൽ കാലാനുസൃതമായി മുസ്ലിം ലീഗ് പാർട്ടി നൽകുന്ന പിന്തുണയെയും കുറിച്ച് ഒരുപാട് കാലമായി മുസ്ലിം ലീഗിനോട് ചേർന്ന് മുസ്ലിം ലീഗിൻ്റെ വനിതാ നേതൃത്വം നൽകുന്ന തെഹലിയക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ഈ ചോദ്യം നമ്മളെ തന്നെ ഒരു പരിപാടിയിൽ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വന്നതിലുള്ള ഒരു എന്താ പറയുക പ്രയാസം ഞാൻ പറയാം. പക്ഷെ അത് ഉത്തരം പറയേണ്ടത് കൂടി കേട്ടോ. ഈ ചോദ്യം ഇവിടുന്ന് വരികയും വേണം, ഇവിടെ ഉത്തരം പറയുകയും വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എവിടൊക്കെ സ്ത്രീകളെ കണ്ടിട്ടില്ലെങ്കിലും അപ്പം വിളിക്കുക ലീഗിനെയാണ്. ഫോൺ നമ്പർ കയ്യിലുള്ളതുകൊണ്ട് നമ്മളൊക്കെ വിളിക്കും. നിങ്ങൾ സ്ത്രീ പ്രാതിനിധ്യത്തിൽ വളരെ പിന്നിലാണ്, നിങ്ങൾ പിന്തിരിപ്പന്മാരാണ്, പുരുഷാധിപത്യ സംഘടനയാണ് എന്നൊക്കെ നിരന്തരമായിട്ട് വിളിക്കുകയും പറയുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. 2012 സെപ്റ്റംബർ 11 ഹരിത എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാവുന്നത്. ഹരിതയുടെ രൂപീകരണത്തിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയനിൽ MSF വിജയിക്കുന്നുണ്ട്. സെനറ്റിലേക്ക് പെൺകുട്ടികൾ വിജയിച്ച് കയറുന്നുണ്ട്. എന്തിനിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അമരത്ത് ഷിഫാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരിക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണത്. ഇനി ഈ ഹരിത കേരളത്തിലെ MSF ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എന്തിനാ ഹരിത എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഇരിക്കാനുള്ള ഇടം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം, അത് MSFന് ചെയ്തുകൂടെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നുകൂടെ ഒരു സ്വതന്ത്ര ചിന്തയോട് കൂടിയിട്ട് ഇടപെടാൻ, പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെയുള്ള, അല്ലെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ, MSFലേക്ക് കൂട്ടിച്ചേർക്കാനൊക്കെയുള്ള ഇടപെടൽ ഹരിത നടത്തുന്നുണ്ട്. ഇന്ന് ഹരിതയ്ക്ക് പകരമായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏത് സംഘടനയാണ് ഉള്ളത് എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. പകരം വെക്കാൻ മറ്റൊരു സംഘടന ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്, എൻ്റെ പഠനം, എൻ്റെ ബോധ്യം. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, വനിതാ ലീഗ് ഏറ്റവും ആക്റ്റീവായിട്ട് മുസ്ലിം ലീഗിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പല തരത്തിലുള്ള പരിപാടികളിൽ ലീഗിനെ സഹായിച്ചും അല്ലാതെ ഒറ്റയ്ക്കും ഒക്കെ പല പരിപാടികളും വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല ഹിസ്റ്ററി. ഇപ്പം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയിൽ 2 സെക്രട്ടറിമാരായിട്ട് 2 വനിതകൾ വന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. CPM കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമ്മേളനം നടത്തിയല്ലോ. അവരുടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്ര സ്ത്രീകൾ എടുക്കാൻ പറ്റി? ആ പാവം ശ്രീമതി ടീച്ചറെ പോലും ഒരു പരിഗണിച്ചിട്ടില്ല. പോയി കുറേ അവിടെ നിന്നിരുന്നു, പരിഗണിച്ചിട്ടില്ല എന്നുള്ളതല്ലേ വസ്തുത. അപ്പം ഇങ്ങനെ പരിഗണനയുടെ കാര്യം വരുമ്പോൾ വേഗം വിളിക്കുക ലീഗിനെയാണ്. CPMൽ പോയി നോക്കിയാൽ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. അവരുടെ പല പരിപാടികളിലും ഈ സാന്നിധ്യമില്ല. നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാനും അടിച്ച് നന്നാക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി യൂത്ത് ലീഗിൻ്റെ കാര്യം പറയാം. യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പഞ്ചായത്ത് സമ്മേളനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്, നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ വനിതകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം. മാത്രമല്ല, നിങ്ങളുണ്ടാക്കുന്ന കമ്മിറ്റിയിൽ 20% പെൺകുട്ടികളെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനമെടുത്തത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. DYFIക്കാർക്ക് പോലും ആ ഒരു ധൈര്യം ഈ നാട്ടിലില്ല. ഞങ്ങൾ സ്ത്രീ രാഷ്ട്രീയം പറയുന്നു എന്നും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഘോരമായിട്ട് വാദിക്കുന്നത് എന്ന് പറയുന്ന സംഘടനകളൊന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല.
അപ്പം ഇനി വരാനിരിക്കുന്ന കമ്മിറ്റികളിൽ 20% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവരെ കൂടി ചേർത്ത് നിർത്തിയാലേ മുന്നോട്ടുള്ള രാഷ്ട്രീയം നടക്കാൻ പ്രായോഗികമായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. ഇനി ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരാം. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർ തിരിച്ചിങ്ങോട്ട് ചോദിക്കല്ലോ, ഓ നിങ്ങൾ അവിടെ സീറ്റ് കൊടുത്തില്ലേ, അവിടെ കസേര ഇട്ട് കൊടുത്തില്ലേ, ഇവിടെ ബെഞ്ച് ഇട്ട് കൊടുത്തില്ലേ എന്നല്ലേ ചോദിക്കുക. അല്ല, ഇവിടെ പുല്ലാണി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അപ്പം കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ റിസർവേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സമയത്ത് ആൾക്കാർ പറഞ്ഞത് ഇവർക്ക് ആളെ കിട്ടാനുണ്ടാവില്ല എന്ന്. പേരുണ്ടാവില്ല, ഡ്രൈവിംഗ് സീറ്റിൽ ഭർത്താക്കന്മാരിയ്ക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഭർത്താക്കന്മാരിയ്ക്കുമെന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് സുഹറ മമ്പാടിനെ പോലെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടാവുന്നത്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് സുഹറ മമ്പാട്. ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിലെ പഞ്ചായത്ത് തലങ്ങളിൽ, ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ സ്ത്രീകൾ നേരിട്ട് നടത്തുന്ന പല പദ്ധതികളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെയർമാൻ പോസ്റ്റുകളിൽ ഇരിക്കുന്ന, എന്തിനിപ്പം ഈ റിസർവേഷനൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇല്ലാതെ പോലും ഏറ്റവും അമരത്തിരിക്കുന്ന ജനറൽ പോസ്റ്റിൽ മത്സരിച്ച് ജയിക്കുന്ന സ്ത്രീകൾ ലീഗിലുണ്ട് എന്നുള്ളത് നമ്മളെ സവിശേഷതയാണ്. അപ്പം അങ്ങനെയൊന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ഇലക്ട്രൽ പൊളിറ്റിക്സിലുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ നൂർബിന റഷീദ്, അതിനു മുമ്പ് കമറുന്നീസ അൻവർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അസംബ്ലിയിലേക്ക് മത്സരിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എണ്ണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആ സീറ്റിൽ നിന്നുകൊണ്ട് സ്ത്രീകളെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ലീഗ് ശ്രമിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ പറയുന്നുണ്ട് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ഉന്നയിക്കാറുണ്ട്. അതിനനുസരിച്ച് പാർട്ടി പരിശോധിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്താറുണ്ട്. അപ്പോൾ ലീഗിനെ കുറിച്ച് കുറ്റം പറയുന്നവർ സ്വയം ഒന്ന് പരിശോധന നടത്തുന്നത് നല്ലതാണ് എന്നാണ് ആ കാര്യത്തിലുള്ള മറുപടി. അതെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി അതുതന്നെയാണ്. മുസ്ലിം ലീഗ് പാർട്ടി ഒരു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വത്വരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടി ആയിട്ട് പോലും അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വലിയൊരു ഇടം മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ തെഹലിയ അവിടെ സംസാരിച്ചത്. എല്ലാവരെയും കൂടെ നിർത്താൻ, ദളിത് വിഭാഗത്തെ കൂടെ നിർത്താൻ, വനിതകളെയും എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്താനുള്ള കൃത്യമായ അജണ്ട മുസ്ലിം ലീഗിനുണ്ട്. അത് കൃത്യമായിട്ട് തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞപ്പോൾ ജനറൽ സീറ്റിൽ വിജയിച്ചിട്ടുള്ള പ്രസിഡൻ്റൊക്കെ ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ സംസിയ സുബൈർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജനറൽ സീറ്റിൽ മെമ്പറായിട്ടുള്ള ആൾ പോലെയാണ്. അപ്പോൾ അവർ മുന്നിൽ തന്നെ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് അഡീഷണലായിട്ട് പറയണമെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ലീഗിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഇപ്പോഴൊക്കെ ഇവരെവിടെ പോയി എന്ന് ചോദിക്കുന്ന ആൾക്കാരെ ലീഗിൻ്റെ ചരിത്ര പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മളുടെയൊക്കെ സാന്നിധ്യം കാണാൻ പറ്റും. അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ 15 വനിതകൾ ഉണ്ടായിരുന്നു. 15 വനിതകൾ. അതിൽ ലീഗിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ലീഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഇന്ന് ഇന്ത്യ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ള ഭരണഘടനാ അസംബ്ലിയിൽ നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിനു മുമ്പ് നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സമരം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിടയിൽ നിന്ന് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടേ. തട്ടമിട്ടിട്ടുള്ളവരുണ്ട്, ഹിജാബ് ധരിച്ചവരുണ്ട്, നിക്കാബ് ധരിച്ച ആൾക്കാരുണ്ട്. എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ലീഗിൻ്റെ തന്നെ പ്രധാനപ്പെട്ട പോസ്റ്റ്, വനിതാ ലീഗ് അല്ലട്ടോ, ഹലീമ ബീവിയെ പോലെയുള്ള ആളുകൾ നേതൃത്വം നൽകിയിരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വനിതാ ലീഗ് അല്ല, ലീഗിന് നേതൃത്വം നൽകിയിരുന്ന. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെയെന്ന് ചോദിക്കുന്നവർ ഒന്ന് പുസ്തകം എടുത്ത് വായിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇതിലുള്ളൂ. അപ്പോൾ സമയം കുറച്ചധികമായി അടുത്തൊരു സെക്ഷനും കൂടിയുണ്ട്. മനോഹരമായിട്ടാണ് 2 അതിഥികളും നമ്മോട് സംസാരിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഇവരോട് കൂട്ടിച്ചേർത്ത് സംസാരിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റ് സമയം കൂടി തന്നിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുമായി കൂട്ടിച്ചേർത്ത് ചോദിക്കാൻ ആർക്കെങ്കിലും ഉണ്ടോ? മൈക്ക് തരും. ഹലോ. ഹലോ, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കുണ്ടായിരുന്നൊരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം പല ജോലി ഫീൽഡുകളുണ്ടല്ലോ, ഓരോ ഇൻഡസ്ട്രി.
അപ്പോൾ അവിടെ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഒരു സ്ഥലത്ത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചത് സ്ത്രീകൾക്ക് എത്രത്തോളം സെക്യൂറാണ് ഈ ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്, ഇല്ല ഇപ്പോൾ ബോയ്സ് ഗേൾസ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും എന്താ പറയുക ഒരേപോലെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ മറുപടി. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ ന്യൂനപക്ഷമാവുന്നത്? രാഷ്ട്രീയത്തിൽ മാത്രമല്ല സ്ത്രീകൾ ന്യൂനപക്ഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഒക്യുപ്പൻസി തരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകൾ കാരണം ഒരു സ്പെഷ്യൽ അറ്റൻഷൻ്റെ ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വർക്കിംഗ് പ്ലേസിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ നമുക്ക് പല ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ മറുപടി അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത ദിവസമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സൈന്യത്തിൽ ആളുകൾക്ക് ഈ ഇൻഡിഫറൻസ് പാടില്ല എന്നുള്ള ഒരു വിധി പ്രസ്താവിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന ഉണ്ടാക്കിയിട്ടും ഇന്ത്യൻ സൈന്യത്തിൽ പുരുഷന്മാർക്ക് ഉള്ള പോലെ ആയിരുന്നില്ല സ്ത്രീകൾക്ക്, വനിതകളായിട്ടുള്ള സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സിന് ഉണ്ടായിട്ടുള്ള നിയമങ്ങൾ. അവർക്ക് റിട്ടയർമെൻറ്റിൻ്റെ ഏജ് കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു വനിതകളായിട്ടുള്ള ഓഫീസേഴ്സിന്, പുരുഷന്മാർക്ക് അങ്ങനെയല്ലായിരുന്നു. ഈ ഒരു വ്യത്യാസം ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ട് ഈക്വാലിറ്റി എന്ന് പറയുന്ന പേഴ്സ്പെക്റ്റീവിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്, പ്രത്യേകിച്ച് നമ്മളൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ജോലിയുള്ള സ്ഥലത്തേക്ക് എത്തിയാൽ ഒരു അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, മാറ്റങ്ങൾ, ശാരീരികമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് കെയർ വേണ്ടിയ ആളുകളാണ്. വൾണറബിൾ കമ്മ്യൂണിറ്റിയാണ്, ഒരു വൾണറബിൾ കമ്മ്യൂണിറ്റിയാണ് എന്നുള്ള അർത്ഥത്തിൽ സ്പെഷ്യൽ അറ്റൻഷനും സ്പെഷ്യലായിട്ടുള്ള ഒരു ഫോക്കസും ഈ വിഭാഗത്തിന് വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോലി സ്ഥലങ്ങളിൽ പോഷ് ആക്ട് വരുന്നത്. പോഷ് ആക്ട് കേട്ടിട്ടുണ്ടോ? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നത്. അത് വിനായക കേസ് എന്ന് പറയുന്ന ഒരു കേസിന് അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുകയാണ്. ആ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോഡി ഉണ്ടാക്കണം. ആ ബോഡിയിലാണ് ഇപ്പോൾ നമ്മൾ പരാതിപ്പെടുന്നത്. ആ ബോഡിയിൽ പരാതിപ്പെട്ടാൽ കൃത്യമായിട്ടുള്ളൊരു രൂപം പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലൂടെ കാര്യങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് കെയർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 15 ഒക്കെ പ്രിവിലേജിന് പുറത്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മൈനോറിറ്റീസ് ആണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അവർക്ക് നൽകപ്പെടുന്ന അവകാശങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അത് കൊണ്ടുപോകാൻ ഇവിടെ സമർത്ഥരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റിസർവേഷൻ അനിവാര്യമാണ്. അപ്പോൾ ആ അനിവാര്യതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. നിലവിൽ ആ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മാധ്യമ പ്രവർത്തക കൂടിയാണ്. നിലവിൽ പ്രിയപ്പെട്ട തെഹ്ലിയ പറഞ്ഞ പോലെ തന്നെ മാധ്യമ മേഖലയിൽ നിങ്ങളൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സോ റീഡേഴ്സിനെ ഒന്നും കാണാൻ സാധിക്കില്ല. അത് ശരിക്കും നമ്മുടെ വിഭാഗത്തിൽ നിന്ന് കഴിവുള്ള, മികവുള്ള, പ്രകടിപ്പിക്കാൻ ശേഷിയുള്ള കുട്ടികളില്ലാത്തത് കൊണ്ടല്ല. കാരണം അവിടെ കുറേ പ്രയാസങ്ങൾ ആ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതാന്തരീക്ഷത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വ്യത്യസ്ത മേഖലകളുണ്ട്. നമുക്ക് തട്ടമിട്ടുകൊണ്ട് വാർത്ത വായിക്കാനുള്ള ഒരു അവസരം നൽകുന്നില്ല, അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിക്കാൻ എപ്പോഴും തട്ടമിട്ട കുട്ടികളെ ഡെസ്കിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിലോ അല്ലെങ്കിൽ എപ്പോഴും ബാക്കിലേക്ക് പോകുന്ന അവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ മാധ്യമ മേഖലയിൽ നിലവിലുണ്ട്. അതൊരു പ്രശ്നമായിട്ടോ പരാതിയായിട്ടോ ഉയരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇവരൊക്കെ ഒരു സേഫ് സോണിലേക്ക് മാറുകയാണ് ചെയ്യാറുള്ളത്, ഞാൻ ഉൾപ്പെടെ. കാരണം നമുക്ക് ആ ഒരു ഫീൽഡിനോടുള്ള ഒരു പാഷൻ ഉണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കംഫർട്ടായിട്ടുള്ള, അപ്പം ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ
തട്ടമിട്ടുകൊണ്ട് തന്നെ സംസാരിക്കാനും പ്രകടിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എൻ്റെ കൂടെ മാധ്യമപ്രവർത്തനം താല്പര്യപ്പെട്ടുകൊണ്ട് പഠിച്ചിരുന്ന നിരവധി കുട്ടികളെ തട്ടമുപേക്ഷിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഏറ്റവും മികച്ച മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പലപ്പോഴും അത് ചർച്ചയാകുന്നില്ല, അല്ലെങ്കിൽ പരാതികൾ ഉയരുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സേഫായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും എപ്പോഴും ഇത്തരം മേഖലകളിലെ ജോലി സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ന്യൂനപക്ഷമായി അല്ലെങ്കിൽ ഏറ്റവും കുറവ് എണ്ണമായി മാറുകയും അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് അതിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഒരു കാര്യം കൂടി. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാ? ജോലി ചെയ്യാണോ? അല്ല, ഞാൻ ഇപ്പോൾ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുക. ആണോ? വാവ്, ആഹാ, വെരി ഗുഡ്. ഒരു കാര്യം കൂടി പറയാനുള്ള എൻ്റെ അനുഭവം, ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിരുന്ന കാര്യമാണ് പറയണത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അഴിമതി നടക്കുന്ന ഒരു ലോകം, അതായിരുന്നു എനിക്ക് രാഷ്ട്രീയം. പിന്നെ രണ്ടാമത്, ഇപ്പോൾ മുസ്ലിം മതം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാർ മതഭ്രാന്തന്മാരാണെന്നുള്ളതാണ് ഞാൻ കേൾക്കാനിടയായിട്ടുള്ളത് ചില ആളുകളുടെ അടുത്തുനിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ പെട്ടുപോകുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? രാഷ്ട്രീയം ഇല്ല, മതമില്ല, ഒന്നുമില്ല. ഇത് നല്ലൊരു ചോദ്യമാണ്. ശരിക്ക് നമ്മളിങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. ഇതെവിടുന്നാ കേൾക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമ്മളെ ചുറ്റുവട്ടത്ത് നിന്ന് നമ്മളിവിടെ നിന്ന് അബോളിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറ്റാനുള്ള ആൾക്കാരാണ് ഇതിങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ കുട്ടികളുടെ ചെവിയിൽ കൊണ്ടുവന്നിടുന്നത്. നിങ്ങളോടൊക്കെ അങ്ങനെ പറയാൻ വന്നാൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാനുണ്ടാവും. എന്നാൽ നിങ്ങളുടെ മക്കൾ, നെക്സ്റ്റ് ജനറേഷൻ, ആ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമ്പോൾ മറുപടി കൊടുക്കാനുണ്ടാവില്ല. അവരുടെ അറിവ് പരിമിതപ്പെട്ടതായിരിക്കും. അവരിതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ മക്കളെ ഇങ്ങനെ ബിസി ആക്കി നിർത്തുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തതിന് ശേഷം കുട്ടി എപ്പോഴൊന്ന് ഫ്രീ ആവുന്നത്? ഫുള്ള് പഠിത്തവും പരീക്ഷയും. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയപരമായിട്ട് ചിന്തയ്ക്ക് സമയമില്ല. അവർക്ക് ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളെ ഒന്ന് അപഗ്രഥിച്ച് നോക്കാൻ സമയമില്ല. അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ അടുത്തേക്ക് വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം പാവപ്പെട്ട നമ്മളുടെ മക്കൾ അത് ശരിയാണല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ അതിലേക്ക് പോകുന്നുണ്ട്, വഴിതെറ്റി പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫലസ്തീനിൽ നിങ്ങൾ കാണുന്നില്ലേ? ഫലസ്തീനിൽ സ്കൂളില്ല, കോളേജില്ല, ഭക്ഷണമില്ല, പട്ടിണി കിടന്ന് മനുഷ്യന്മാർ മരിക്കുകയാണ്. പിറ്റേ ദിവസം പുലരുമോ എന്ന് അറിയില്ല. അവിടെ പിറന്നു വീകുന്ന കുഞ്ഞിന് ആ നാടിൻ്റെ ശബ്ദമായിട്ട് പ്രതിരോധിക്കാനുള്ള ഭാഷ തനിയേ വരികയാണ്. ഒരു ഉമ്മ കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകയായിട്ടുള്ള ഒരു ഉമ്മ മകനെ എഴുതി വെച്ച കത്തിൽ പറയുന്നത് എന്താ? മോനെ, എൻ്റെ പിന്നാലെ മരണമുണ്ട്, ഞാൻ ഏത് നിമിഷവും മരണപ്പെടാം. അങ്ങനെ ഞാൻ മരണപ്പെട്ടാൽ നീ കരയരുത്, നീ ഈ നാടിന് വേണ്ടി ശബ്ദിക്കണം, ഈ മണ്ണിന് വേണ്ടി ശബ്ദിക്കണം എന്ന് പറയുന്ന ഒരു ഉമ്മ. അപ്പോൾ ഉമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പാഠങ്ങളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കുറേ ഫ്രീ ബീസ് കിട്ടി, കുറേ ഹാപ്പിയായി, നല്ല ക്വയറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തുമ്പോൾ മക്കൾക്ക് നമ്മൾ ഇങ്ങനത്തെ പാഠങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പം ഒന്നാമത് അരാഷ്ട്രീയത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ജോലി, പണം എന്നുള്ള രൂപത്തിലേക്ക് മാറുമ്പം കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മളാരും അറിയുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, ലീഗിൻ്റെ പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ പ്രസക്തി എന്താണ്? നിങ്ങൾക്ക് സ്വത്വബോധത്തിനെ കുറിച്ച് സംസാരിക്കാൻ, നിങ്ങൾക്ക് ആഗോളവൽക്കരണത്തിനെ കുറിച്ച് സംസാരിക്കാൻ, മുതലാളിത്ത ബോധത്തിനെ കുറിച്ച് സംസാരിക്കാൻ, കാലാവസ്ഥ വ്യതിയാനത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ, നിങ്ങൾക്ക് ശരിയും തെറ്റും പറയാൻ നിങ്ങൾക്കൊരിടം വേണം, വേണ്ടേ? ആ ഇടമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി. അപ്പോൾ ആ പ്രതലത്തിനെ നിർമ്മിക്കുക, അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക, പ്രതിരോധിച്ചു കൊണ്ട് കടന്നു പോവുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം കേട്ടോ. BR അംബേദ്കർ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൽ മൈനോറിറ്റീസ് എങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളൊരു ചോദ്യം അന്നത്തെ അസംബ്ലി ഡിബേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം എന്താ പറയുക? മൈനോറിറ്റീസ് എപ്പോഴും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം.
നിങ്ങളെപ്പോഴും ജാഗ്രത പുലർത്തണം. ജാഗ്രത പുലർത്തുന്ന പേടിച്ചിരിക്കുക എന്നല്ല, ഏത് സമയവും സന്ദർഭവും വരുമ്പം അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സൃഷ്ടിപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഇടപെടൽ നിങ്ങൾക്കുണ്ടാവണം. നമ്മൾ മിണ്ടാതിരുന്നാൽ കാലിനടിയിലെ മണ്ണും എടുത്തിട്ട് ഈ ആളുകൾ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കും. അപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് കൂടുതൽ ചിന്തയുണ്ടാക്കുക. പിന്നെ മതബോധം എന്ന് ആ കാര്യം കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്തേക്കട്ടെ. മതബോധം എന്ന് പറയുന്നത് വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷഹീൻ ബാഗ് അല്ലേ, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതാണ് ഷഹീൻ ബാഗ്. എന്താ ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? അറിയോ? ഷഹീൻ എന്ന് പറഞ്ഞാൽ ഒരു കിളിയ, ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് ആകാശത്തൂടെ പറക്കുന്ന ഒരു കിളിയുടെ പേരാണ് ഷഹീൻ എന്നുള്ളത്. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടാണ്, പൂന്തോട്ടം. പല വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുള്ള സ്ഥലമാണ് ബാഗ്. ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ പറക്കുന്ന വ്യത്യസ്ത വൈജാത്യങ്ങളുള്ള ഒരു നാടിനെ സൂചിപ്പിക്കാൻ പറ്റിയ പദമാണ് ഷഹീൻ ബാഗ് എന്നുള്ളത്. അവിടേക്ക് നമ്മൾ പോയി പറയുന്നത് എന്താ? ഒറ്റയ്ക്ക് നിങ്ങൾ ഒരു രൂപത്തിലേക്കാക്കല്ല, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ നാട്ടിൽ ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊരുതുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം അവസാനിപ്പിക്കുകയാണ്. അല്ലാമ ഇക്ബാലിൻ്റെ ഒരു 2 വരി കവിതാശകലം മാത്രം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: തൂ ഷഹീൻ ഹേ, തൂ ഷഹീൻ ഹേ, പർവാസ് ഹേ തേരാ കാം. നീ ആരാണ്? നീ ആകാശത്തൂടെ പറക്കുന്ന പക്ഷിയാണ്. പർവാസ് ഹേ തേരാ കാം, നിന്റെ ഉത്തരവാദിത്തം എന്താണ്? ആകാശത്തൂടെ ഉയർന്ന് പറക്കുക എന്നുള്ളതാണ് കരുത്തയായിട്ടുള്ള പക്ഷികളെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് എഴുതി വെച്ച കവിയെ ഓർക്കുന്നു, അവസാനിക്കുന്നു, നിങ്ങളിൽ ഏൽപ്പിക്കുന്നു. താങ്ക് യു.